കൂട്ടുകാർക്കൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് തമിഴ്നാട് സ്പെഷ്യൽ ആമ്പൂർ സ്റ്റൈൽ മട്ടൺ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. ബിരിയാണിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആമ്പൂർ ടൈപ്പാണ്. ഒരു തമിഴ്നാട് ടേസ്റ്റ് അല്ലേ, നാടൻ ടേസ്റ്റിനെ കണ്ട ഇച്ചിരിയുടെ സ്പൈസിനെസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഐ ആം അക്ഷയ ആൻഡ് വെൽക്കം ടു അക്ഷയാസ് ക്യാമിയോ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ആമ്പൂർ സ്റ്റൈൽ മട്ടൺ ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. നമുക്ക് മട്ടൺ വേണം. ഞാനിവിടെ ബോൺലെസ്സും വിത്ത് ബോണും മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. പുതിനയില, മല്ലിയില, പട്ട, ഗ്രാമ്പു, ഏലക്ക, പച്ചമുളക്, തക്കാളി, ഇത് സോക്ക് ചെയ്ത് വെച്ച് അരച്ചെടുത്ത വറ്റൽമുളകാണ് കേട്ടോ. സവാള തിന്നായിട്ട് സ്ലൈസ് ചെയ്തതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, ജീരക സംബ റൈസ് ഇല്ലേ, അതാണ് കേട്ടോ, ജീര റൈസ്, നെയ്യ്. അപ്പൊ ഇത്രയൊക്കെയാണ് മട്ടൺ ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഗീ ചേർത്ത് കൊടുക്കാം. ഇതൊരു 3 സ്പൂൺ ഉണ്ട് കേട്ടോ, 3 ടേബിൾ സ്പൂൺ. നിങ്ങൾക്ക് എണ്ണയായിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെയാണല്ലോ ചെയ്യാം. ഞാനിവിടെ ഗീ മാത്രമേ ചേർക്കുന്നുള്ളൂ. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്ത് കൊടുക്കാം. എല്ലാം ഒരു 4-5 എണ്ണം വെച്ച് സ്ലൈസ് ചെയ്ത് വെച്ച് ഇങ്ങനെ സവാള ചേർത്ത് കൊടുക്കാം. ഇതൊരു 4 സവാള ഉണ്ട് കേട്ടോ, വലിയ സവാള. ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായി വരുന്നവരെ ഫ്രൈ ചെയ്യണം. ഇപ്പൊ സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ മെയിൻ ടേസ്റ്റ്. ഇതുപോലെ ആവണം, ഈ ഒരു പരുവാകണേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചതാണ്, ചേർത്ത് കൊടുക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഉണ്ട്. എത്രയാണോ ഇഞ്ചി എടുക്കുന്നത് അതിന്റെ ഇരട്ടി വേണം വെളുത്തുള്ളി എടുക്കാൻ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന്റെ പച്ചമണമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറണം. നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാവേ. ഒരു 10 വറ്റൽമുളകുണ്ട്. അത് ചൂട് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കി എടുത്താണ് കേട്ടോ. ഒന്ന് വഴറ്റിയെടുക്കാമേ. ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം, അല്ലെ ഒരു കുത്തലുണ്ടാവും. ഇതിൽ നിന്നാണ് നമുക്കൊരു സ്ലൈറ്റ് റെഡ് കളറല്ലേ ആമ്പൂർ ബിരിയാണി കിട്ടുന്നത്. അതിന്റെ കാരണം ഇതാണ് കേട്ടോ, ഈ വറ്റൽമുളക് അരച്ചിടുന്നതുകൊണ്ടാണേ. ഇത് ഓരോരുത്തരുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് കൂടുതൽ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോ ഒരു 10 എണ്ണം എടുത്തിരിക്കുന്നത്. ഇതിപ്പോ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില, പുതിനയില, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു ഹാൻഡ്ഫുൾ പുതിനയില കട്ട് ചെയ്തതാണ്, ഒരു ഹാൻഡ്ഫുൾ ആയിട്ട് മല്ലിയില, ഒരു 4-5 പച്ചമുളക് സ്ലിറ്റ് ചെയ്തത്. ഒന്ന് വഴറ്റിയെടുക്കാവേ. ഇത് പെട്ടെന്ന് അങ്ങ് വഴറ്റി വന്നോളും, ഇലകളൊക്കെ അല്ലേ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളി. ഇതൊരു 3 തക്കാളി ഉണ്ട്, ചോപ്പ് ചെയ്തത്. നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവണം, നന്നായിട്ടൊന്ന് കുക്കായി വരണേ. ഇതിപ്പോ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയി, നല്ല മാഷ്ഡ് ആവുന്ന പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇതൊരു 3 ടേബിൾ സ്പൂൺ തൈരുണ്ട്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാവേ. നമ്മുടെ മസാല നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് ഒഴിക്കാവേ. നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. മട്ടൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ വിത്ത് ബോണും 1/2 കിലോ ബോൺലെസ്സും ആണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ മട്ടൺ ഇവിടെ കുക്കായിട്ടുണ്ട്. എനിക്കിവിടെ ഒരു 3 വിസിലായിട്ടുണ്ട് കേട്ടോ. ചിലർക്ക് 4-5 ഒക്കെ ആകാം. നിങ്ങളത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. നന്നായിട്ട് വെന്തിട്ടുണ്ട്.
ഒരു 3 കപ്പ് കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു ശകലം കൂടെ ചേർക്കുന്നുണ്ട്. ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കണം, എന്നാലേ അരിയും കൂടെ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ കറക്റ്റായിട്ട് വരത്തുള്ളൂ. തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ജീര റൈസ് ചേർത്ത് കൊടുക്കാം. ഇത് 3 കപ്പാണ്. 3 കപ്പ് ജീര റൈസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളത്തിൽ ഒരു 3/4 മണിക്കൂർ സോക്ക് ചെയ്തതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലെവലിൽ നിൽക്കണം. വെള്ളം കുറവാന്ന് തോന്നുവാണെങ്കിൽ ഒഴിക്കണം. ഇത് വെള്ളം കുറവല്ല, കറക്റ്റാണ്. ഇങ്ങനെ മുങ്ങിക്കിടക്കണം എല്ലാം, അത്രയേ ഉള്ളൂ. നമുക്ക് വിസിൽ ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ്, 15 തൊട്ട് 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയേ. ഇത് വേണ്ട. ഇതാ അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാവേ. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബിരിയാണി ഇതാ വന്നിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി എരിവുള്ളത് ഇഷ്ടമായതുകൊണ്ട് അതാണ് കേട്ടോ ഇത്രയും കളർ വന്നേ. നിങ്ങൾക്ക് ചില്ലി കുറച്ചാൽ മതി ക്വാണ്ടിറ്റി. അരിയൊന്നും ഒട്ട് പിടിക്കാതെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആംബൂർ സ്റ്റൈൽ മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പറ്റുവാണെങ്കിൽ ഈ വീക്കെൻഡ് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫോട്ടോസ് ഒക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യണം. ഹാപ്പി ആയിട്ടിരിക്കുക. വേറെ റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.